ഹായ് ഗായ്സ്, ആദ്യമേ എല്ലാവർക്കും ഭയങ്കര താങ്ക് യു. കാരണം ഇന്നലെ ഒരു വീഡിയോ കൊണ്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞാൻ കൗണ്ട് ചെയ്തപ്പോൾ ഒരു 70 അത്രയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ഒരുമിച്ചാണ് കയറിയത്. അത് തന്നെ ഭയങ്കര സന്തോഷമായി അതിന്. കാരണം ഞാൻ ആ വീഡിയോ ഇടുമ്പോൾ അത്ര ഒന്നും പ്രതീക്ഷിച്ചൊന്നും ഇട്ടതല്ല, ജസ്റ്റ് എന്തെങ്കിലും ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ അത്യാവശ്യം കൂടുതൽ ഷോർട്സിനായിരുന്നു കേട്ടോ റീച്ച് ഉണ്ടായിരുന്നത്. എന്തായാലും സന്തോഷമായി. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്സ് ഇൻ മൈ ബാഗ്. ഈ വീഡിയോന് ഒരു കഥ എന്ന് വെച്ചാൽ, ഞാൻ പണ്ടിങ്ങനെ യൂട്യൂബിൽ ബാക്കിയുള്ളവരുടെ വ്ളോഗൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ അവരുടെ ബാഗിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ, എൻ്റെ കോളേജിൽ കൊണ്ടുപോകുന്ന ബാഗിൽ എന്താ ഉണ്ടാവുക എന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ വെറുതെ. എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്ക് കോളേജ് ഉണ്ടായിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ആ ബാഗ് അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. അതിൽ സാധനങ്ങളൊക്കെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചൊന്നും ഇതില്ല. ആകെ ലഞ്ച് ഉണ്ടാവില്ലായിരിക്കും, അത് പിന്നെ നമുക്കിപ്പോൾ കോളേജില്ലല്ലോ. സോ അല്ലാണ്ട് ബാക്കി സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് ഞാൻ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ നമുക്കറിയാം. സോ ഈ ഒരു ബാഗ് മാത്രമല്ല കേട്ടോ ഞാൻ കൊണ്ടുപോകാറ്. ഞാൻ ഓൾമോസ്റ്റ് വേറൊരു ബാഗ് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ട് ബാഗ്. ഇത് എനിക്ക് അമ്മ വാങ്ങി തന്ന ബാഗാണ്, മാഹിന്ന്. ഞങ്ങളൊരു വട്ടം പോയപ്പോൾ സംഭവം എനിക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയെന്നല്ല, അമ്മയ്ക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. നീ ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞ് വാങ്ങിയൊരു ബാഗാണ്. ഒരു ക്ലോത്തിൻ്റെ മെറ്റീരിയലാണ്. ജസ്റ്റ് നമുക്കൊരു ടോട്ട് ബാഗ് പോലെയൊക്കെ കുറച്ച് സാധനം, പക്ഷേ നിറയെ സാധനങ്ങൾ കൊണ്ടുപോകും. ഇപ്പോൾ എൻ്റെ വേറെ ബാഗ്സിലൊക്കെ ആണെങ്കിൽ റെക്കോർഡൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഏറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അങ്ങനെയുള്ള ഒരു ബാഗാണ് ഇത്. ഞാൻ തലശ്ശേരിയിൽ നിന്നാണ് കേട്ടോ, മാഹി പോയപ്പോൾ തലശ്ശേരിയിൽ നിന്ന് വാങ്ങിയൊരു ബാഗാണ്. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, അധികം സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, കുറച്ച് സാധനങ്ങളേ ഉണ്ടാവുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഇങ്ങനെ നോയ്സൊക്കെ കേൾക്കാം, ചിവിടിൻ്റെയും പക്ഷികളുടെയും എല്ലാം നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇതിലെന്താ ഉള്ളത് നോക്കാം. കുഞ്ഞിങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട് ഇതിൽ. ഓക്കെ, അതിലെന്തൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ ടിഷ്യൂ ഉണ്ട്. സംഭവം ഞാൻ പണ്ടെപ്പോഴും ടിഷ്യൂ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ ബാഗിൽ എപ്പോഴും ടിഷ്യൂ ഉണ്ടാവാറുണ്ട്. അതെനിക്ക് മെയിനായിട്ട് തരാറ് റമ്മിയാണ്. എനിക്ക് എപ്പോഴും അവൾ എന്ത് വീട്ടിൽ സാധനം വാങ്ങിയാലും എനിക്ക് ടിഷ്യൂ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. ഇപ്പോൾ അടുത്ത് നമുക്ക് എപ്പോൾ കോളേജ് ഉണ്ടായ ഒരു ബുധനാഴ്ചയാണോ കഴിഞ്ഞ വെനസ്ഡേ ഉണ്ടായത്. സോ ആ ടൈമിൽ എനിക്ക് ഇതുപോലെ തന്നെ എനിക്കൊരു ടിഷ്യൂ കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ടിഷ്യൂ ഞാൻ പൊട്ടിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഇതാണ്. ഏറ്റവും ആവശ്യം ടിഷ്യൂ ആണ്. അപ്പം അങ്ങനത്തെ ഒരു സാധനം ടിഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പെന്ന്, ഇതിൻ്റെ ആവശ്യമേ ഇതുകൊണ്ട് വലിയ യൂസൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് റെക്കോർഡ് അല്ലെങ്കിൽ അസൈൻമെൻ്റൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. റെക്കോർഡിനാകുമ്പോൾ എൻ്റെ കയ്യിൽ ബോക്സ് ഉണ്ടായിരുന്നു. ബോക്സ് ഇപ്പം ഇല്ല, കാരണം ഇപ്പം ഞാൻ റെക്കോർഡൊക്കെ തീർന്നു, അതുകൊണ്ട് ബോക്സ് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ബോക്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കൊണ്ടുപോകാൻ കാരണം എന്ന് വെച്ചാൽ അതിൽ പെന്ന്, ബ്ലാക്ക്, ബ്ലൂ, പെൻസിൽ, സ്കെയിൽ, റബ്ബർ ഇതെല്ലാം ആവശ്യമുണ്ടായിരുന്നു റെക്കോർഡിന്. അതാ റെക്കോർഡ് ചെയ്താൽ മാത്രം. ഇപ്പം ഞങ്ങളങ്ങനെ സത്യം പറഞ്ഞാൽ നോട്ട്സ് ഒന്നും എഴുതാറില്ല, എന്നാലും എഴുതാറുണ്ടായിരുന്നു കുറച്ചൊക്കെ. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒരു ബ്ലാക്ക് പെന്ന് വെച്ചിരിക്കുക. ഏതെങ്കിലും പെന്ന്, ബ്ലാക്ക്, ബ്ലൂ ഒന്നുമില്ല. മെയിനായിട്ട് ബ്ലൂ ആണ് യൂസ് ചെയ്യാറ്, പക്ഷേ ബ്ലാക്ക് പെന്ന് ഇങ്ങനെ അതിൽ ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് എഴുതേണ്ടി വന്നതിന് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് പെൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ ഇതാ ലിപ്സ്റ്റിക്ക്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡാണേ. അത്യാവശ്യം ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ള മാസിൻ്റെ ഒരു ഷെയ്ഡാണ്. ഇതെന്താ വെച്ചാൽ ഇപ്പം ഇട്ടിരിക്കുന്ന ഇതാട്ടോ, ഞാൻ ഇതിന്ന് ഇട്ടതാ. ഇതെന്താ വെച്ചാൽ ഇത് എപ്പോഴും ഞാൻ ഇടുന്നത്. അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നല്ല, പക്ഷെ നല്ലൊരു ഷെയ്ഡാണ്, ബ്രൗൺ ഷെയ്ഡ്. അങ്ങനെയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അടുത്തത് ഒരു ക്രാബ് എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടാവാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒന്നെങ്കിൽ വെറുതെ മെസ്സി ബൺ കെട്ടിയിട്ടാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് പോകാറ്. കാരണം വണ്ടി പോകുമ്പോൾ മുടി അല്ലേലേ വൃത്തികേടാവും, അപ്പോൾ അങ്ങനെ കെട്ടിയിട്ടാണ് പോകാറ്. അപ്പോൾ കോളേജിൽ പോയാൽ ചിലപ്പോൾ മെസ്സി ബൺ ഊരിയിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് പിന്നെ ഇങ്ങനെ വെറുതെ ഇടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത് എപ്പോഴും വയ്ക്കാറുണ്ട്. ഓക്കെ, അതുപോലെ ഇത് ഞാൻ ഇപ്രാവശ്യം അമ്മയുടെ നിന്ന് അടിച്ച് മാറ്റിയൊരു സാധനം. ഇത് നിങ്ങളെൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീലൊക്കെ കണ്ടു കാണാൻ ചാൻസ് ഉണ്ട്. ഇത് നല്ല കേട്ടോ. ഇത് എന്താ വെച്ചാൽ ബോഡി ക്രീമാണ്. ബോഡി ക്രീമാണ്. ഇതിങ്ങനെ നല്ല മണം കേട്ടോ. എൻ്റെ കൂടെയുള്ള റെമിയില്ലേ, അവൾക്ക് ചില മണങ്ങളൊന്നും പറ്റില്ല. അവൾക്ക് ഭയങ്കര തലവേദനയൊക്കെ വരും. പക്ഷേ ഭാഗ്യത്തിന് ഇത് അവൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇത് നല്ല മണമാണ്. അപ്പം ബോഡിയിൽ ഇങ്ങനെ തേക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം പോലത്തെ ഒരു സാധനം.
നല്ല കേട്ടോ. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ പറയുന്നത് കേട്ടു. റെമി, എൻ്റെ ഫ്രണ്ട് അനീറ്റ, അവരൊക്കെ പറയുന്നത് എന്തോ കേട്ടു, എന്തോ അവർക്ക് അറിയുന്നതാണ്. പിന്നെ ഇതൊരു അത്തറ് ഞാൻ പണ്ട് തൊട്ടേ വെക്കുന്നൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. കുറച്ച് നമ്മൾ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര വേർപ്പുള്ള ഒരാളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് സ്വെറ്റ് ആകുമ്പോൾ ഞാൻ ഇങ്ങനെ മണത്തോണ്ടിരിക്കാൻ നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് ഒരത്തർ എപ്പോഴും വയ്ക്കാറുണ്ട്. ഇതും എനിക്ക് തോന്നുന്നു ഞാൻ അമ്മയുടെ നിന്ന് അടിച്ച് പറ്റും. പക്ഷേ ഇത് രണ്ടും എപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്നോട് ആരെന്ത് വെച്ചാലും പെട്ടെന്ന് ഈ സാധനം എന്തെങ്കിലും ഉണ്ടാവും, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ വാച്ച്. ഞാൻ രാവിലെ ഭയങ്കര ധൃതിയായിരിക്കും കോളേജിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് മറക്കാണ്ടിരിക്കാൻ വേണ്ടി ബാഗിൽ തന്നെ ഇടും. അപ്പോൾ കോളേജിലെത്തിയിട്ട് വാച്ച് കിട്ടുള്ളൂ. മറക്കാറില്ല ഞാൻ ആ സാധനം. അത് വാച്ച്. ഇത് കീയ എപ്പോഴും ബാഗിൻ്റെ ഉള്ളൊന്നല്ല ഉണ്ടാവാറ്. കാരണം ഞാനിവിടെ ഇങ്ങനെ തൂക്കിയിടാറാണ് പതിവ് കീയ. പക്ഷേ എന്താ വെച്ചാൽ കോളേജിൽ പോകണതിൻ്റെ തലേദിവസമൊക്കെ നമ്മളിങ്ങനെ ബാഗിൽ ഇട്ടേക്കും. അപ്പോൾ അങ്ങനെ ഇറങ്ങിയാൽ മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് 2-3 വട്ടം വീട്ടിലേക്ക് ഉള്ളിൽ കയറി പോയ ആൾ പിന്നെ വരാറുണ്ട്. വണ്ടിയുടെ കീയ, ഹെൽമെറ്റ്, അത് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് തുറക്കുമ്പോൾ എളുപ്പമല്ലേ. ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു സാധനം, പെട്ടെന്ന് എടുക്കാൻ പറ്റും സാധനങ്ങൾ. എൻ്റെ വേറൊരു ബാഗുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ ഒന്നും കിട്ടില്ല, അങ്ങനെയുള്ളൊരിത്. പിന്നെ ഇത് ID കാർഡ്. ഒരു ഉപയോഗമില്ല, ഒരു 3rd ഇയർ തൊട്ടൊരു ഉപയോഗമില്ല ഒന്നും. പണ്ടൊക്കെ ഞാൻ എപ്പോഴും ID കാർഡ് ഇട്ട് നടക്കുമായിരുന്നു. 3rd ഇയർ അല്ല, 4th സെമ്മ് തൊട്ടില്ല അതൊന്നും. ID കാർഡ് ഫോട്ടോ ഒന്നും കാണണ്ടേ, അയ്യോ സൂപ്പറാണ്. എൻ്റെ പേഴ്സാണ് കേട്ടോ ഇത് എനിക്കുണ്ടല്ലോ, എനിക്ക് ട്രിവാൻഡ്രത്തുള്ളൊരു മുത്തശ്ശി എനിക്ക് തന്നൊരു പേഴ്സാണ്. പേഴ്സിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ആധാർ കാർഡ്, ലൈസൻസ്, അതുപോലെ കുറച്ച് ഇച്ചിരി പൈസ. കോളേജിൽ അധികം പൈസ കൊണ്ടുപോകാറില്ല, ആവശ്യം വരാറില്ല. പിന്നെ മെയിൻ കാര്യങ്ങളാണ്. എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നവർക്കറിയാം, എൻ്റെ കയ്യിൽ ഇല്ലാത്ത മെഡിസിൻസ് ഉണ്ടാവില്ല. വയറുവേദന, ഛർദി, പിരിച്ചാവുമ്പോൾ അല്ലെങ്കിൽ പനി, ജലദോഷം എല്ലാം ഉണ്ടാവും. ജലദോഷത്തിനുള്ള എല്ലാം ഉണ്ടാവും. ഞാനൊരു ഒരു മെഡിക്കൽ ഷോപ്പാണ്. പിന്നെ ഒരു ഗുരുവായൂരപ്പനുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൈവം ഏതാ എന്ന് ചോദിച്ചാൽ എല്ലാ ദൈവങ്ങളും ഇഷ്ടമാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് ഈ ഒരാളോട് എന്തോ ഒരു ഇഷ്ടക്കൂടുതലുണ്ട്. ഗുരുവായൂരും എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള സ്ഥലമാണ്. അങ്ങനെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല കേട്ടോ, വേറൊന്നുമില്ല. ഇച്ചിരി പൈസ, കുറച്ച് പൈസയേ ഉള്ളൂ. അതിൽ കുറച്ച് പൈസ എൻ്റെ ഫ്രണ്ട് ഓയിലിൻ്റെ ഇത് നടത്തുന്നുണ്ട്. അപ്പോൾ ഓയിലൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. ഞാൻ ഓയിൽ വാങ്ങിയിരുന്നു. അപ്പോൾ പൈസ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ആ കൊടുക്കാനുള്ള പൈസയും അങ്ങനെ ഇച്ചിരി അത്രയുള്ള പൈസയേ ഉള്ളൂ. പിന്നെ 2 പാഡ്സ് ഉണ്ടാവും. ഇത് ഓൾമോസ്റ്റ് എവിടെ പോകുമ്പോഴും, കോളേജിൽ നിന്നല്ല എവിടെ പോകുമ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. സേഫ്റ്റിക്ക് എപ്പോഴും വെക്കുന്നതാണ്. ഒന്നുകിൽ എനിക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് യൂസ് ആവില്ല. അങ്ങനെ ഉണ്ടാകുന്ന 2 എണ്ണം എപ്പോഴും ഉണ്ടാവും. വാവ്, നോട്ട്ബുക്ക്. വലിയ ഒരു ആവശ്യം ഈ ബുക്ക് കൊണ്ട് ഇപ്രാവശ്യം വന്നിട്ടില്ല. ഇത് കണ്ടോ, എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ എനിക്ക് 6 ബുക്കുകളുണ്ടാകും. 6 സബ്ജക്റ്റാണ്, 6 ബുക്ക്. ഇപ്പോൾ ഒറ്റ ബുക്കിൽ കണ്ടോ ഓരോ ഇങ്ങനെ എന്തായി കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതുപോലത്തെ വേറൊന്നും കൂടി ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞി കഴിഞ്ഞ സെമ്മിൽ. അത് അടിപൊളിയായിരുന്നു. അത് അത്യാവശ്യം തീർന്നു കേട്ടോ. ഇൻ്റേണലും എക്സാമൊക്കെ തീരുമ്പോഴേക്ക് ഈ ബുക്ക് തീരും. കാരണം നമ്മൾ നോട്ട്സ് യൂട്യൂബ് നോക്കി പഠിക്കുമ്പോഴത്തേക്ക് എഴുതി വെക്കുമല്ലോ. അങ്ങനെ ഉണ്ടല്ലോ നോട്ട്. വലിയ ആവശ്യങ്ങളൊന്നുമില്ല. ആദ്യമൊക്കെ ക്ലാസ് തുടങ്ങിയപ്പോൾ എന്തൊക്കെയോ എഴുതി വെച്ചിരുന്നു. പിന്നെ ഇതൊരു ഫയൽ. ഇത് എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാവാറില്ല. കാരണം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തിരുന്നല്ലോ ട്രിവാൻഡ്രത്ത്. അപ്പോൾ അവിടുത്തെ സർട്ടിഫിക്കറ്റാണ്, നമ്മൾ സെക്രട്ടേറിയറ്റത്തെ സർട്ടിഫിക്കറ്റാണ്. അതിപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സിനും അവരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. അത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡിലൊക്കെ ഒട്ടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ബാഗിൽ എടുത്ത് വെച്ചതാണ്. ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ലല്ലോ കോളേജിലേക്ക്. അങ്ങനെ തന്നെയുള്ളൂ. പിന്നെ ഒരു അംബ്രല്ല ഉണ്ട്. ഈ അംബ്രല്ല ഒന്നെങ്കിൽ എൻ്റെ വണ്ടിയുടെ ഉള്ളിലാണ് മെയിനായിട്ട് വെക്കാറ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ വെയിലത്ത് നടന്നു, വെയിലാണ് ഏറ്റവും പ്രശ്നം. മഴയത്ത് പിന്നെയും നനഞ്ഞാലും കുഴപ്പമില്ല നിൽക്കാം. വെയിൽ പക്ഷേ അല്ലേലേ മുഖമൊക്കെ സൂപ്പറാകണ്ടേ. അങ്ങനെ ഒരു അംബ്രല്ല എപ്പോഴും കയ്യിൽ വെക്കാറുണ്ട്. വണ്ടിയുടെ ഉള്ളിലാണ് ഓൾമോസ്റ്റ് ഉണ്ടാവാറ്. പക്ഷേ ഇന്ന് എൻ്റെ കുട ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ബാഗിൻ്റെ ഉള്ളിൽ വെക്കാം. ബാഗിൻ്റെ ഉള്ളിൽ തന്നെ കോളേജിൽ കൊണ്ടുപോകുന്ന ഒരു സാധനം തന്നെയാണിത്. അങ്ങനെ ഒരു ചെറിയൊരു അത്രയേ ഉള്ളൂ എൻ്റെ ബാഗിൽ. കഴിഞ്ഞു, ഫിനിഷ്ഡ്. ഉണ്ടോ? ഒന്നുമില്ലല്ലോ, ഇതല്ലേ. പിന്നെ ഒന്നും ഉണ്ടാവാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവാറുണ്ട്. ഇത് ഇപ്പം ഞാൻ മുടി അയച്ചിട്ടുണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് ഒന്നെങ്കിൽ ബാഗിൻ്റെ ഉള്ളിലോ ക്യാബും ഇതും എപ്പോഴും എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്. ഒന്നെങ്കിൽ അത് ഇങ്ങനെ കയ്യിലിട്ടിട്ടായിരിക്കും. ഇങ്ങനെ അയച്ചിടൽ കുറവാണ്. വല്ല വെനസ്ഡേയ്സ് കളർ ഇട്ട് പോകുമ്പോൾ മാത്രമേ ഇങ്ങനെ അയച്ചിടാറുള്ളൂ. അതായിരുന്നു ഇന്നത്തെ വീഡിയോ.
വാട്ട്സ് ഇൻ മൈ കോളേജ് ബാഗ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ബാഗ് മാത്രമല്ല, ഞാൻ പല പല ബാഗുകൾ ഉപയോഗിക്കാറുണ്ട്. ചില ബാഗിൻ്റെയൊക്കെ ഇപ്പോൾ അവിടെയൊക്കെ പൊട്ടി നേരാക്കാനുള്ള ബാഗുകളായിരിക്കും. ഏറ്റവും കൂടുതൽ എനിക്ക് ആദ്യം നന്ദിയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ നല്ല ഇച്ചിരി ഓവർ വീഡിയോ ഒക്കെ ആയിരുന്നു, കുറച്ച് കാട്ടിക്കുട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ആ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം റീച്ച് കിട്ടും. ഞാൻ എപ്പോഴും വിചാരിച്ചു ഓക്കെ കുറച്ച് ഉണ്ടാവുള്ളൂ വീഡിയോസ് ചെയ്യുന്നത്, അയ്യോ നല്ല റീച്ച് കിട്ടണം, ആ ആഗ്രഹം ഭയങ്കരമായിട്ടൊന്നുമില്ല. ചെയ്യുന്നതിന് ഒരു എഫേർട്ട് എടുക്കുന്നതിന് എന്തെങ്കിലും കിട്ടണം എന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഭയങ്കര റീച്ച് കിട്ടണം അങ്ങനെയല്ല. ഈ വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞ സന്തോഷത്തിന് വേണ്ടി ചെയ്യണം. ഞാൻ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. പോസ്റ്റ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഹാപ്പിയാണ്, ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത് മൊത്തം. അല്ലാണ്ട് അയ്യോ ഇതിട്ട് ഞാൻ അപ്പം തന്നെ എനിക്ക് റീച്ച് കിട്ടണം അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല. കിട്ടിയാൽ ഹാപ്പി അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ സങ്കടം അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇന്നലെ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. ഇന്നലെ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ടല്ല. ഞാൻ കുറച്ച് പറ എഡിറ്റ് അങ്ങോട്ട് കൂട്ടി ചേർത്തിട്ടുണ്ട്. എനിക്ക് എന്തോ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ പേര് എനിക്ക് മെസ്സേജും എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവരൊക്കെ എൻ്റെ വീഡിയോസൊന്നും ഇതുവരെ മുന്നത്തെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ഇനിയും ചിരിക്കുകയാണെങ്കിൽ കോമാളിത്തരം കാണണമെങ്കിൽ എൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ പോയിരുന്നു കാണാം കേട്ടോ. ഇനിയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അടുത്ത ദിവസം തൊട്ട് വീഡിയോ ചെയ്യാണ്ടിരിക്കുക അത്രേ. ഇല്ല ഞാൻ ചെയ്യും. നിങ്ങൾക്ക് വല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടാട്ടോ, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഇടാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. കാരണം ഇച്ചിരി ദാരിദ്ര്യമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതൊക്കെ ഞാൻ പണ്ട് ബാക്കിയുള്ളവരുടെ കണ്ട് കോപ്പി അടിച്ചത്. എനിക്ക് വാട്ട്സ് ഇൻ മൈ ബാഗ് അന്ന് നമുക്ക് എന്ത് ബാഗ് ചെറുപ്പത്തിൽ 8 ബാഗ് അങ്ങനത്തെ ലെവലിൽ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തീരെയാണ്. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.